സാറേ ബലിയിട്ടിട്ട് കാക്കയെ വിളിക്കുമല്ല, സാറിന്റെ വെഡിങ് ആനിവേഴ്സറിയാ. ക്ലാപ്പ് ചെയ്യാത്തത് എന്റെ കുറ്റമാണോ? വിഷു ചേട്ടാ, വെഡിങ് ആനിവേഴ്സറിയുടെ ഒരു പാട്ടൊക്കെ വേണ്ടേ? പാടാം. ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ അല്ല, വെഡിങ് ആനിവേഴ്സറിയുടെ പാട്ട് പാടും. വെഡിങ് ആനിവേഴ്സറി പാട്ട് ദേവസമാധാനം ഇതല്ല വെഡിങ് അല്ല, വെഡിങ് ആനിവേഴ്സറി പാട്ടില്ലേ? ഇല്ല. എനിക്ക് തോന്നുന്നതേ ഹാപ്പി ബർത്ത്ഡേ എല്ലാ ബർത്ത്ഡേ എന്തായാലും ഹാപ്പിയാണ്, പക്ഷെ വെഡിങ് ആനിവേഴ്സറി എല്ലാം ഒരുപോലെ ഹാപ്പി ആവണമെന്നുള്ള നിർബന്ധമില്ല, അതുകൊണ്ടായിരിക്കും. മ്യൂസിക് കട്ട് ചെയ്തോ. എന്തേലും കേക്ക് കിട്ടിയ ഷുഗർ കട്ട് ചെയ്തേക്കല്ലേ? മാഡം ഷുഗർ കട്ട് ചെയ്താ? എന്റെ പൊന്ന് സാറേ, സാറിന്റെ ഒരു ഭാഗ്യം. ഇത് പ്രതിഭയല്ല, പ്രതിഭാസമാണ്. താങ്ക് യു. എനിക്കൊരു കൂട്ടുകാരനുണ്ട്, ദിനമണി. അവനെ അജിമണിയിൽ ഇങ്ങനെ പേരെഴുതും, പക്ഷെ ഷുഗർ കട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഷുഗർ എന്ന് പറഞ്ഞാൽ ഇത്ര ഉള്ളൊരു തരിയല്ലേ, ഇതെങ്ങനെ കട്ട് ചെയ്യണത്? എന്ത് വെച്ചാണ്? എന്റെ ഭാര്യ ഷുഗർ മാത്രമല്ല കട്ട് ചെയ്യണത്, പലതും കട്ട് ചെയ്യും. എടാ നിന്നെ കട്ട് ചെയ്യും. ബേബി സാർ, ഇത്രയും സന്തോഷമുള്ള ദിവസത്തിലെ ഒരു 2 വാക്ക് ഞങ്ങൾക്ക് വേണ്ടി പറയാമോ? അപ്പൊ ഒരു നല്ല സന്തോഷ ദിനം സമ്മാനിച്ചതിന് നന്ദി. ഞങ്ങളുടെ നീണ്ട 10 വർഷത്തെ സാമ്പത്തിക ജീവിതത്തിൽ ചേട്ടാ, സാമ്പത്തികമല്ല ദാമ്പത്തികം. ഞാൻ തെറ്റിച്ചു പറഞ്ഞൊന്നുമല്ല, മനഃപൂർവ്വം പറഞ്ഞതാ. സാമ്പത്തികം നീ എന്റെ കൂടെ ഉണ്ടാവുമായിരുന്നു. അപ്പോ എന്തായാലും ഇന്നത്തെ ഒരു നല്ല ദിവസം പ്രമാണിച്ച് അമൃതയ്ക്ക് എന്റെ വക നല്ലൊരു ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ 10-20 കൊല്ലമായി ഞാൻ സാറിന്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. സാറിന് എന്റെ വക ഒരു ഗംഭീര സർപ്രൈസ് ഉണ്ടാവും. സർപ്രൈസ് ആണ്. താങ്ക് യു. എന്നാലും ഈ സന്തോഷ ദിനത്തില് എനിക്കൊരു സന്തോഷ വാർത്ത കൂടി പറയാനുണ്ട്. എന്റെ വൈഫ് പ്രഗ്നന്റ് ആണ്. മാത്രമല്ല എനിക്കുണ്ടാവുന്ന ഈ കുഞ്ഞ് വലിയൊരാളായിരിക്കണം. ഒരു നേഴ്സ് എന്ന നിലയിൽ ഞാൻ പറയണത്, കുട്ടി വലുതാണെങ്കിൽ സിസ്റ്ററിന് എന്തായാലും വേണ്ടി വരും. ആര് ചേച്ചി, ഒരുപാട് സർപ്രൈസിലൊക്കെ വെയിറ്റിംഗ് ആണ്. വളരെ ഹാപ്പി ഡേ ആണ്. ഞങ്ങൾക്ക് വേണ്ടി 2 വാക്ക് പറയാമോ? Dear ladies and gentlemen, thank you so much for all your anniversary wishes. I have to talk about this. I'm extremely overwhelmed and happy to have to be married to this extinguished gentleman. Obviously. And I'm very grateful to you. And I'm really looking forward to have the same bonding all throughout the coming years. Thank you so much. Thank you, ചേച്ചി. Thank you. ഇതൊക്കെ എങ്ങനെ? ChatGPT. പിഷേർഡ് ചേട്ടാ, 2 വാക്ക്. വലിയ സന്തോഷമാണ് ബേബി സാറും വൈഫും നമ്മുടെ ഫ്ലോറിലുള്ളത്. ഇരുത്തം വന്നൊരു ഭാര്യയും പൊരുത്തക്കേട് കൊണ്ട് കരുത്തനായ ഒരു ഭർത്താവും നമ്മുടെ ഫ്ലോറിലുള്ളത് നമുക്ക് വലിയ അഭിമാനം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. എന്തായാലും ഒരു കാര്യം മറക്കണ്ട, അമൃതയ്ക്ക് നല്ലൊരു ഗിഫ്റ്റ് ഉണ്ട്. എന്റെ ഒരു സർപ്രൈസ് സാറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. സർപ്രൈസ്. മൈജി, അപ്പൊ നമുക്ക് ഇനി ഒരു ഗസ്റ്റിനെ വിളിക്കല്ലേ, എങ്കിലേ കുറച്ചിട്ട് പവർ വരത്തുള്ളൂ. അപ്പൊ നമുക്ക് ഇന്ന് വരാൻ പോകുന്ന ഗസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്. പക്ഷേ ഈ ഒരാളുടെ ഒരു ഫേസ് കണ്ടിട്ട് നമ്മളെല്ലാരും പേടിച്ചു പോയി. ദൃശ്യം മൂവിയില് നമ്മളെ എല്ലാരും ഇങ്ങനെ അതിശയിപ്പിച്ച ഒരാളാണ്. കോ ആക്ടറാണ്, ഡയറക്ടറാണ്. അപ്പം എല്ലാ മേഖലയിലും ഭയങ്കര കൈവച്ചിട്ടൊക്കെ അടിപൊളിയായിട്ട് പോയൊരു മനുഷ്യനാണ്. അപ്പൊ നമുക്ക് വിളിക്കാം. സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കലാഭവൻ ഷാജോൺ. നമസ്കാരം എല്ലാവർക്കും നമസ്കാരം. ചേട്ടാ, എന്തോ ഒരിക്കൽ കൂടി വെൽക്കം ടു ഫൺ ബേബി ഫൺ. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. ഷാൻചേട്ടൻ സിനിമയിൽ ആദ്യം അഭിനയിക്കുന്ന അദ്ദേഹത്തിന്റെ മുഖം കാണിക്കാത്തൊരു വേഷമാണ്. മൈ ഡിയർ കരടി എന്ന് പറയുന്ന വേഷത്തിൽ മണിച്ചേട്ടൻ അല്ലാത്ത ദിവസം മുഴുവൻ കരടിയുടെ കുപ്പായ വിട്ട് മൃഗശാലയിൽ കൂട്ടിക്കിടന്ന ഒരാളാണ്. അവിടെ നിന്നാണ് അദ്ദേഹം കരിയർ ഇന്ന് നമ്മൾ കാണുന്ന ഈ ലെവലില് രജനീകാന്തിന്റെ സിനിമ വരെ അഭിനയിച്ചിട്ട് നിൽക്കുന്ന അവസ്ഥ എത്തിയിട്ടുള്ളത് അല്ലെ? താങ്ക് യു. അത് തന്നെ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുള്ളതാണ്, മണിച്ചേട്ടനുള്ള ദിവസവും ഇല്ലാത്ത ദിവസവും എല്ലാം കരടി ഞാനായിരുന്നു. അതിനകത്ത് ഒരു 2-3 കരടിയെ കാണാൻ സിനിമയിൽ എല്ലാം ഞാനാ.
പക്ഷെ അതിനൊന്നും വിഷമം തോന്നിയിട്ടില്ല ഇങ്ങനെ സിനിമ റിലീസ് ആയപ്പോഴേ മുഖം കാണാൻ പറ്റില്ല, ഇത് ഞാനാ ചെയ്തതെന്ന് അങ്ങനെ പറഞ്ഞു. ഇല്ല, അതിൽ ആക്ച്വലി അതിനകത്തൊരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. ഒരു നമ്മുടെ ബൈജു എഴുപുന്നെയാണ് സർക്കസ് മാനേജർ. അപ്പൊ ബൈജു എഴുപുന്നയുടെ തൊട്ട് പുറകിൽ ഒരാളുണ്ട്, ഒരു ഗുണ്ട. അപ്പൊ 2-3 ഡയലോഗ് ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു വേഷം കൂടെ എനിക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റി. അപ്പൊ അങ്ങനെ ഒരു ഇതും കൂടെ. അതെ. അപ്പൊ അതിനകത്ത് ഉദയകൃഷ്ണ, CBK തോമസ് ഒക്കെ ആയിരുന്നു അതിന്റെ റൈറ്റേഴ്സ്. പിന്നെ അവരുടെ സിനിമയിൽ വരാൻ പറ്റി. അങ്ങനെയൊക്കെയാണ് നമ്മളിങ്ങനെ സിനിമയിൽ കൂടുതൽ ആക്റ്റീവ് ആയത്. ബേബി സാറ് പടം പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ പ്ലാനുള്ള ആളാണ്. നമ്മുടെ കാര്യം ഒന്നും മറക്കരുത് കേട്ടോ. ഡിറക്ഷനിലേക്കൊക്കെ ഇനിയിപ്പോ അതിന്റെ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ നടന്നു. അങ്ങനെയാണ് അത്. ആ പടം ബേബി സാറ് പ്രൊഡ്യൂസ് ചെയ്യും കേട്ടോ. സാറേ, അത് എന്തെങ്കിലും അതിനെപ്പറ്റി എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമുക്കൊന്ന് ബിഗ് ബഡ്ജറ്റിനോട് താല്പര്യമുള്ളൂ എനിക്ക്. ബിഗ് ബഡ്ജറ്റ് ആക്കാം, നമുക്ക് ബിഗ് ബഡ്ജറ്റ് ആക്കാം, അത് കുഴപ്പമില്ല. മാത്രല്ല പുള്ളി വിട്ട പടമാണ് KGF-ഉം ബാഹുബലിയൊക്കെ. പുള്ളിക്ക് വന്ന ബഡ്ജറ്റ് പോരാന്ന് പറഞ്ഞ് വിട്ടുകളഞ്ഞു. അല്ല, എന്തൊരു ആഘോഷം നടന്നതിന്റെ ഒക്കെ ഒരു ഫീല് കാണുന്നുണ്ടല്ലോ. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയാ. അയ്യോ, സോറി സാർ, അറിഞ്ഞില്ല. കൺഗ്രാചുലേഷൻസ്. വെഡിങ് ആനിവേഴ്സറി, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. കേക്ക് അങ്ങനെ എന്തെങ്കിലും കേക്ക് ഉണ്ടേ? ഇതിലൊന്നുമില്ലല്ലോ. കേക്ക് ഇവിടെ ആവശ്യത്തിനുണ്ടല്ലോ. എന്താ പരിപാടി കാണിക്കണേ? മര്യാദ കേടല്ലേ ചേട്ടാ ഇത്? ഇത്രയും വലിയൊരു മനുഷ്യനെ പിടിച്ച് ഇവിടെ നിർത്തിയിട്ട്. സോറി, കുഴപ്പമില്ല മാം. അല്ല ഷാജൻ ഭായി, നമ്മുടെ ഭാഗത്തുനിന്ന് സോറി ചോദിക്കും. അതെ, അല്ല സാരമില്ല. അല്ല ബേബി സാറേ, കാര്യം സാർ ഇവിടെ ഉണ്ടല്ലേ, അത് വളരെ മോശമല്ലേ. വളരെ മോശം. എച്ചില് തോണ്ടി കൊടുക്കുന്ന അത്രയും ഉണ്ട് ഒരാള് കേട്ടോ. സാരമില്ല സാർ. അത് സാറ് ചെയ്തായിരുന്നു. സാറേ, സാറിന്റെ വൈഫ് കാണിക്കുന്ന മര്യാദയെങ്കിലും സാറ് കാണിക്കണം. അവർക്ക് വിദ്യാഭ്യാസം ഉണ്ട്. എന്റെ ഭാര്യ കാണിക്കുന്ന മര്യാദ വേണ്ട, കുഴപ്പമില്ല. എനിക്ക് കേക്ക് ഇഷ്ടമില്ല. അല്ല, ഇത് കുഴപ്പമൊന്നും ഇല്ലില്ല, വേണ്ട. ഞാൻ കേക്ക് കഴിക്കാം. വേറെ ഒന്നല്ല, ഷുഗർ ഉള്ളതുകൊണ്ടായിരിക്കും. അതെ, ഷുഗർ ഉണ്ടെന്ന് വിചാരിച്ചു ഞാൻ കഴിക്കില്ല. എന്നാ കഴിക്കണം. വേണ്ട, അപ്പൊ നമുക്ക് പരിപാടി തുടങ്ങാം. ഞാൻ അവിടെ പോയിരുന്നുണ്ടോ? കേക്ക് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ സാർ. നല്ല കേക്കായിരുന്നു. ആകെ നാണക്കട പോയി കഴിഞ്ഞ പുള്ളി പോണേക്കുമ്പോ പരിപ്പോടെ മേടിച്ചു കൊടുക്കാം. മൈ ജി ഫ്യൂച്ചർ ഫൺ ബേബി ഫണ്ടിൽ നമുക്ക് അടുത്തൊരു പെർഫോമൻസ് കാണാം. ആതിര ഫ്രം ആലുവ. ആതിര ഫ്രം ആലുവ. അതെ. യെസ്, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഇപ്പൊ ഇവിടെ നിൽക്കുന്നു, അതാണ് പുതിയ വിശേഷം. ഓ, ഗുഡ്. വിശാലടി ചേട്ടാ. ആതിര, നമസ്കാരം ചേട്ടാ. ആലുവയിൽ എവിടെ വീട്? മുപ്പത്തിടം. മുപ്പത്തിടംകാരിയാണ്. മുപ്പത്തിടംകാരിയാ? ആഹാ, അറിയോ? പിന്നെ ഞങ്ങള് പറവൂർക്കൊക്കെ പൊക്കോണ്ടിരുന്നത് മുഴുവൻ ആ വഴിയല്ലേ, ഒരു കാലഘട്ടം മുഴുവൻ മുപ്പത്തിടം വഴിയല്ലേ പൊക്കോണ്ടിരുന്നത്. പിന്നെ സായികുമാറേട്ടൻ ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ കൂടി പോയിട്ടുണ്ടെന്ന്. ആരാ പോയത്? സായികുമാറേട്ടനെ ഒരു ഷൂട്ടിന് വന്നപ്പോ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ പോയിട്ടുള്ളേ. നിങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ? സെലിബ്രിറ്റീസിനൊക്കെ അറിയാവുന്ന നാടാ ഞങ്ങളുടെ. ഞാൻ ഗുരുവായൂര് പോയപ്പോ അവിടെ ഒരു ബോർഡ് കണ്ടിട്ടുണ്ട്, പൂന്താനം ഇരുന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് സായികുമാറേട്ടൻ പോയ വഴിയാണ് പിന്നെ ഞാൻ ആകെ കാണുന്നത് അല്ലേ? അതെ, കൊള്ളാം കേട്ടോ. ആതിര എന്തായാലും വന്നപ്പോ തന്നെ ഒരു എനർജി ഉണ്ട് കേട്ടോ. ആതിര അതൊരു പോസിറ്റീവ് വൈബ് ഉണ്ട്. അവിടെ എന്തോ എന്റെ വക ഒരു സർപ്രൈസ് എടുത്തു വെച്ചിട്ടുണ്ട്. ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഇല്ല, പറഞ്ഞ് ടെൻഷൻ ആക്കാതിരുന്നാ മതി. നമ്മുടെ ഈ പരിപാടി തുടങ്ങിയ കാലത്തെ ഈ നമ്മുടെ ആദ്യത്തെ എപ്പിസോഡൊക്കെ നടക്കുമ്പോ ഈ അമൃത എനിക്ക് ഭയങ്കര ടെൻഷനായിട്ടാ, ഞാനിത് ചെയ്തിട്ടില്ല, എനിക്ക് ഭയങ്കര ടെൻഷൻ എന്ന് പറഞ്ഞോണ്ടിരുന്ന അമൃത ഇപ്പൊ വന്ന ആൾക്കാരോട് അത് ചോദിച്ച് പ്രതികാരം ചെയ്യുക. വന്നവരോട് ടെൻഷൻ ഉണ്ടോ, എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചിട്ട്. അല്ല, ആ ഒരു ഫീൽ എനിക്കറിയാം. കായലൊക്കെ വറച്ചാലും നമ്മുടെ ഫേസിൽ അതൊന്നും വരാതെ നമ്മൾ പിടിച്ചു നിന്ന് ഭയങ്കര കോൺഫിഡൻസോടെ സംസാരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. വന്നപ്പോ തന്നെ ഭയങ്കര അടിപൊളിയായിട്ട് സംസാരമൊക്കെ കൊള്ളാം. ഞാൻ റാൻഡം കൊല്ലം കാര്യം, പക്ഷെ ആദ്യം പറഞ്ഞ എനിക്ക് ലാംഗ്വേജ് മനസ്സിലായില്ല. അതാ ഇങ്ങനെ നോക്കിയത്. അത് എറണാകുളം, കൊല്ലം, അച്ഛൻ ആലപ്പുഴ, ഞാൻ ജനിച്ചത് പത്തനംതിട്ട, പഠിച്ചത് വയനാട്. എല്ലാ ജില്ലയും കവർ ചെയ്തിട്ടുണ്ട്. 3 ജില്ലയും കൂടെ ഉള്ളു. അതെന്താ ഇങ്ങനെയൊക്കെ ആയി പോയത് എല്ലായിടത്തും കൂടെ? എന്തായിരുന്നു ജോലി അച്ഛന്? അച്ഛൻ ഇവിടെ വന്നിട്ട് ഒരു വർക്ക്ഷോപ്പ് സ്റ്റാർട്ട് ചെയ്താണ്. അച്ഛന്റെ വീട് മാവേലിക്കരയിലാണ്, ചുനക്കര എന്ന് പറയും. അവിടുന്ന് അമ്മ ഭരണിക്കാവാണ്, കൊല്ലം. അതുകൊണ്ട് ഞാൻ ജനിച്ചത് പത്തനംതിട്ട പന്തളത്താണ്. പിന്നെ അച്ഛൻ ഇവിടെ വന്നിട്ട് ഒരു വർക്ക്ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പം ഞങ്ങൾ ഫുള്ളി ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയതാണ്. ഇപ്പോഴും ആൾക്കാർ മൊത്തം നാട്ടില, ഞങ്ങൾ മാത്രം. നിങ്ങളുടെ വീടിന്റെ പേര് ദേശാടനം അങ്ങനെ അല്ല. അപ്പൊ മോളെ ആതിര, ഓൾ ദി വെരി ബെസ്റ്റ്. അടിച്ചു പൊളിക്കും. ഓക്കെ. ഹായ്, ഹലോ, നമസ്കാരം. അതെ, നിങ്ങളൊക്കെ രാവിലെ വരുന്നതിന് മുന്നേ കണ്ണാടി നോക്കിയായിരുന്നോ? ആര്യ ചേച്ചി നോക്കിയില്ലല്ലേ? അയ്യോ, ഞാൻ എല്ലാ 10 മിനിറ്റും വെച്ച് നോക്കുന്നുണ്ട്. ചോദിക്കാൻ കാര്യം വേറെ ഒന്നുമല്ല കേട്ടോ. ഈ ചെങ്ങാതി നന്നായാലേ കണ്ണാടി വേണ്ടാന്ന് പണ്ടാരോ പറഞ്ഞു കേട്ടിട്ടുണ്ടേ. പക്ഷേ ഇനിയിപ്പോ അതുകൊണ്ടാണോന്ന് അറിയത്തില്ല. ഉള്ള കാര്യം പറയാലോ ഷാജോൺ ചേട്ടാ,
എനിക്കിപ്പൊ കണ്ണാടി ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാ. ആ. മനസ്സിലായില്ലല്ലേ? പറഞ്ഞുതരാം. ബുദ്ധി എന്ന് പറയുന്ന ഒരു സാധനേ ഒരു 5 പൈസക്ക് ഇല്ലെങ്കിലും അതിന്റെ അഹങ്കാരം ഒന്നും തീരെ ഇല്ലാത്ത ഒരു ബുദ്ധിശാലിയായിട്ടുള്ള സുഹൃത്ത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവൂല്ലേ? ഇല്ലല്ലേ? അവര് തലയാട്ടണം. അങ്ങനെ ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്ക് ഒരു ദിവസം ചുമ്മാ കാഷ്വൽ ആയിട്ട് ഞാൻ ഇങ്ങനെ കാണാൻ വേണ്ടി പോയതാണേ. ചെന്നപ്പോ കാണുന്ന കാഴ്ചയോ, ഇവന്റെ ചേച്ചിയുടെ കൊച്ചിനെയും പിടിച്ചിരുത്തി കമ്പ്യൂട്ടറിന്റെ കീബോർഡ് എടുത്തു വെച്ചിട്ടേ അതിലെ ലെറ്റേഴ്സ് മൊത്തം വായിപ്പിക്കാന്ന്. കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷായിട്ടാ. കാരണം വളരെ നല്ലൊരു കാര്യമാണല്ലോ, പഠിപ്പിക്കുകയാണല്ലോ. എന്നാലേ സാധാരണ ഈ ടെക്സ്റ്റ് ബുക്ക് നോക്കിയല്ലേ പഠിപ്പിക്കണേ, ഇവൻ എന്താ ഈ കീബോർഡ്, ഇതെന്താ സ്കീം? ഞാൻ ഇവിടെ ചേച്ചിയുടെ അടുത്ത് ചോദിച്ചു. അപ്പൊ ചേച്ചി പറയാ, എന്റെ പൊന്നു കുഞ്ഞേ ഒന്നും പറയണ്ട, ആ കൊച്ചിനൊന്ന് കീബോർഡ് വായിക്കാൻ പഠിക്കണമെന്ന് പറഞ്ഞു പോയി, അതിന്റെ മേടാണ് ഇവനീ കിടന്ന് കാണിച്ചുകൊണ്ടിരിക്കണേന്ന്. എടാ ആ കീബോർഡ് അല്ലടാ ഈ കീബോർഡ്, നീ മറുതാനോട് ആരാ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ. അല്ല പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. പണ്ടേ, ഒത്തിരി പണ്ടല്ല, ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന കാലത്ത് നമ്മുടെ പരിപാടികൾക്കൊക്കെ മുമ്പ് ആങ്കർമാര് ഇങ്ങനെ വന്നിട്ട് മൈക്കിൽ തട്ടിട്ടേ മൈക്ക് ടെസ്റ്റിംഗ് എന്ന് പറയുമല്ലോ. ഇങ്ങനെ പറയണത് ഇവൻ എവിടെ നിന്നോ കേട്ട്. കേട്ടതോ പോട്ടെ, ഓടി പടച്ചു വന്ന് പുള്ളിക്കാരത്തിയുടെ അടുത്ത് മൈക്ക് വാങ്ങിച്ചിട്ടെ, ഇത്രയും നേരം നിങ്ങൾ ഇവിടെ നിന്ന് വാരകോരം പ്രസംഗിച്ചിട്ട് ആരും മൈൻഡ് ചെയ്തില്ലല്ല, ഇനിയിപ്പൊ ഞാൻ തന്നെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് ശരിയാക്കി കൊണ്ടുവരാം എന്ന് പറഞ്ഞു പോയവനാണ് ഇവൻ. പോക്കേണ്ടാത്തോന്നേ ഇപ്പൊ അങ്ങോട്ട് മലമറിക്കുന്നു, വെറുതെയാ. പിന്നെ ഒരിത്തിരിയെങ്കിലും പക്വത ഉണ്ടാവും ഞാൻ വിചാരിച്ചിരുന്ന ഒരുത്തനെ ഉണ്ടായിരുന്നു. അവനും എന്നെ പറ്റിച്ചു. അതെന്റെ വെറും തെറ്റിദ്ധാരണയാന്ന് ഈ കഴിഞ്ഞിടയ്ക്ക് അവൻ എനിക്ക് മനസ്സിലാക്കി തന്നുട്ടാ. എങ്ങനെയെന്നല്ലേ, ഈ അടുത്തേ എനിക്കൊരു കല്യാണാലോചന വന്നായിരുന്നേ. സാധാരണ കല്യാണാലോചന വരുമ്പം നമ്മള് ചെക്കനെ പറ്റി ഒന്ന് അന്വേഷിക്കണമല്ലോ. അങ്ങനെ അന്വേഷിക്കാൻ വേണ്ടിട്ടേ ഇവന്റെ അടുത്ത് ഞാൻ ചെക്കന്റെ ഫോട്ടോസും കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞേ, എടാ പുള്ളി ഇന്നടുത്താണ് വർക്ക് ചെയ്യുന്നത്, ജസ്റ്റ് ഒന്ന് അവിടം വരെ പോയി സ്ഥലമൊക്കെ കണ്ടറിഞ്ഞ് പുള്ളിയെ പറ്റി ഒന്ന് അന്വേഷിച്ചിട്ട് വരാൻ പറഞ്ഞു. കേട്ട പാടെ ഇവ നിന്ന നിപ്പില് വണ്ടി എടുത്തു പോയി പുള്ളിയുടെ ഓഫീസിൽ അവിടെ ചെന്നു. പിന്നെ ആരെയും ബുദ്ധിമുട്ടിക്കണ്ടാലോ എന്നുള്ള നല്ല മനസ്സുകൊണ്ടായിരിക്കണം. ഫോൺ എടുത്തു, പുള്ളി അങ്ങ് വിളിച്ചു. ഹലോ, ഞാനേ ആതിരയുടെ ഫ്രണ്ടാ, നിങ്ങളെ പറ്റിട്ടേ ഒന്ന് അന്വേഷിക്കാൻ വന്നതാ, ഇയാളെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാവൂന്ന്. അപ്പം പിന്നെ ആത്മാർത്ഥതയുടെ നിറച്ചരിവായതുകൊണ്ട് വള്ളി പുള്ളി തെറ്റാതെ പുള്ളി പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും, എന്തിനധികം പറയണം, ട്രംപിന്റെ തോളോട് തോളൊപ്പം എത്താനേ ഒരെത്ര ഇഞ്ചിന്റെ വ്യത്യാസമുള്ളൂ എന്ന് വരെ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു തന്ന്. പറയാനായിട്ടാ തോന്നുന്നു അമേരിക്കയിൽ അവിടെ തലപ്പൊക്ക മത്സരം നടന്നുകൊണ്ടിരിക്കുക. അത് പോട്ടെ, ഇന്നാളൊരു ദിവസേ ഫോർട്ട് കൊച്ചി പോയപ്പം അവിടെ കണ്ടൊരു സായിപ്പിന് വഴി പറഞ്ഞു കൊടുത്തതിന്റെ പേരിൽ മാത്രം ഇംഗ്ലീഷ് ടീച്ചർ ആവാൻ നടന്നു ഒരുത്തിയുണ്ട് കേട്ടാ. ഒരു ദിവസം ഞങ്ങളൊരു ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഇവളുടെ വീട്ടിലിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണേ. നിങ്ങൾ വിചാരിക്കണ മറ്റേ കൂടുതലല്ലാട്ടാ, നമ്മള് വട്ടമേശ തമ്മേളനോ. ഇവള് പെട്ടെന്ന് ഓടിപ്പോയി സ്കിപ്പിംഗ് റോപ്പ് എടുത്തിട്ട് വരിക. ഞങ്ങള് വിചാരിച്ച് എന്തപ്പ വിളി ചാടാൻ പോണേ. ഞങ്ങൾ അവളുടെ അടുത്ത് ചോദിച്ചപ്പോ പറയണേ, എന്റെ ഫോണിലെ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്, ഫോണിൽ തൊട്ട് കഴിഞ്ഞാ ചാടാൻ പറ്റൂന്ന്. അങ്ങനെ ഒരു ഫോൺ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ഞങ്ങളും ഇത് തന്നെ നോക്കിയപ്പോഴോ ഫോണില് നമ്മുടെയൊക്കെ അഡ്വർടൈസ്മെന്റ് വന്നു കഴിയുമ്പോ ടാപ്പ് ടു സ്കിപ്പ് എന്നൊരു ഓപ്ഷൻ വരില്ലേ, ആ സാധനത്തിൽ തൊട്ടിട്ടാണ് ഇവളീ ചാടാൻ പോയത്. മതിരിയാട്ടത്തില് പിന്നെ പണ്ടേ ബെസ്റ്റ് കലാകാരി ആയതുകൊണ്ട് ഞങ്ങള് കൂടുതലൊന്നും പറയാൻ പോയില്ല. അല്ല, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം, ഇവളെങ്ങാനും ടീച്ചർ ആയിരുന്നെങ്കിൽ ആ പഠിപ്പിക്കുന്ന പിള്ളേരുടെയൊക്കെ ഒരു അവസ്ഥയെ. പിന്നെ ഇവള് വഴി പറഞ്ഞു വിട്ട സായിപ്പ് ഇപ്പൊ ഒരു വഴിയും പെരുവഴി ഇല്ലാതെ കടാപ്പുറത്തിരുന്ന് തിരകൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണെന്നാണ് കേട്ടത്. അതുപോലെ ഈ നല്ലവനായ ഉണ്ണി എന്ന് പേരുള്ള ഒരാള് എല്ലാ കൂട്ടത്തിലുണ്ടാവും. അങ്ങനെ ഒരുത്തൻ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു കേട്ടാ. ഇവന്റെ കൂടെ ഒരു ദിവസം ഞങ്ങളൊരു യാത്ര പോവാൻ വേണ്ടിട്ട് റെയിൽവേ സ്റ്റേഷൻ വരെ പോയേ. ചെന്നപ്പോ ഉണ്ട് അവിടെ ഒരു ട്രെയിൻ പോവാൻ കിടക്കണു. ഈ ട്രെയിനിന് പോവാൻ വേണ്ടിട്ട് സ്റ്റേഷൻ മാസ്റ്റർ നിന്ന് പച്ചക്കൊടി വീശി കാണിക്കുന്നുണ്ട്. ഞങ്ങൾ നോക്കുമ്പോ ഇവൻ അതിന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട്. ഓക്കെ, ഇന്നത്തേക്ക് സ്റ്റാറ്റസിനുള്ള വകയായല്ലോ. പക്ഷെ ഇവൻ എന്താ ചെയ്തേ, ഞങ്ങളെ വിളിച്ച് നേരെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ടേ ഇതെല്ലാം കാണിച്ചു കൊടുത്തിട്ട് ഒരു കേസും അങ്ങ് കൊടുത്തു. സാറേ, പാകിസ്ഥാൻകാരെ ഇന്ത്യയിൽ നുഴഞ്ഞേറി കൊടി വാർത്തിക്കൊണ്ടിരിക്കുക, അവർക്കെതിരെ കേസ് എടുക്കണം. അന്നാണ് അവൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന രാജ്യസ്നേഹം ഞങ്ങൾ ആദ്യമായിട്ട് തിരിച്ചറിയണേട്ടോ. പിന്നെ നമ്മുടെ മണിച്ചിത്രത്താഴ് സിനിമയില് ശോഭന മേമേ ക്ലാസ് റൂമിൽ നിന്ന് ഇറങ്ങി ഓടുന്ന ഒരു സീൻ ഒരു പാട്ടിൽ എല്ലാവരും കണ്ടിട്ടില്ലേ? അങ്ങനെ ഒരു സീൻ ഞങ്ങളുടെ മാത്സ് എക്സാമിന്റെ അന്ന് എന്റെ ഒരു ഫ്രണ്ടും നടത്തിയിട്ടുണ്ട് കേട്ടാ. പറയണേക്കുമ്പോ നിങ്ങൾ തോന്നും ശോഭന മാമിനെ അനുകരിക്കാൻ വേണ്ടിയിട്ട് അവൾ ഇറങ്ങി ഓടിയതാണെന്ന്. അതൊന്നുമല്ല,
ഇവിടെ നേരെ ചെന്ന് കയറി കൊടുത്തത് ഒരു വക്കീലിന്റെ അടുത്താ. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങ് കാണിച്ചു കൊടുത്തു. പ്രൂവ് ദിസ് ഇസ് എ റെക്ടാംഗിൾ, പ്രൂവ് ദിസ് ഇസ് എ സ്ക്വയർ, പ്രൂവ് ദിസ് ഇസ് എ ഡാഷ് ഡാഷ് ഡാഷ്. എന്റെ പൊന്ന് സാറേ, ഇത് ഫുള്ള് തെളിയിക്കാനുള്ളതാ. ഏത് കോടതിയിൽ പോയിട്ടാണേലും വേണ്ടിയല്ല, ബാധിച്ചിട്ടാണേലും വേണ്ടിയല്ല, ഈ സാധനം എന്നെ ഒന്ന് തെളിയിച്ച് എന്നെ ഒന്ന് എക്സാം പാസ്സാക്കി തരണേന്ന്. ആരുടെയൊക്കെയോ നിർഭാഗ്യവശാൽ അവൾ ഇന്നൊരു അഡ്വക്കേറ്റ് ആണ്. പിന്നെ ഉള്ളത് പറയാലോ, കൂട്ടത്തിലൊരിത്തിരി വിവരം വെള്ളിയാഴ്ചക്കുള്ളതേ അത് എനിക്ക് മാത്ര. സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ആ വിവരാവകാശ കമ്മീഷൻ വരെ ഒന്ന് പോയി അന്വേഷിച്ചാൽ മതി. അപ്പൊ അറിയാം എനിക്ക് വിവരം ഉണ്ടോ ഇല്ലയെന്ന്. ഏത് താങ്ക് യു. ആതിര, എന്തോ എന്ത് നല്ല പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു. വിഷു ചേട്ടാ എന്തോ എന്താ ചിരിക്കുന്നേ? അല്ല അങ്ങനെയല്ല, ഇതിനകത്ത് ഈ ചിലരുടെ വർത്തമാനം കൊണ്ട് നമുക്ക് ഇവര് തമാശയാണ് പറയുന്നതെന്നുള്ളതൊന്നും അല്ല. ഇവര് പറയണ വെറുതെ നമുക്ക് കേട്ടോണ്ടിരിക്കാന്നുള്ള പോലത്തെ ഒരു ആംഗ്യവും കൈയെടുപ്പും കാലെടുപ്പും വർത്താനവും ഒക്കെ ഉണ്ട് അതിലേക്ക്. പിന്നെ ആതിരയുടെ പറച്ചിൽ കുറെ വിറ്റുകളൊക്കെ അത്യാവശ്യം നല്ലത് ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ ഈ റെക്കോർഡ് ചെയ്തിട്ട് വായനക്കുന്ന സ്കിറ്റുകൾ വരുന്ന കാലത്ത് അതിനകത്ത് ടൊയ് ടൂ എന്നൊക്കെ ഉള്ള മ്യൂസിക് ഇടുമല്ലോ, അത് ഇടാൻ വേണ്ടി ഇരിക്കുമ്പോൾ ഞങ്ങൾ പറയും ഇതിന് അത്രയും വലിയ ടൊയ് വേണ്ട, കാരണം അത്രയും വലിയ വിറ്റല്ല ഇത്. ഇതൊരു ചെറിയ വിറ്റാണ്, മറ്റേതൊരു വലിയ വിറ്റാണ്. അവൻ നമ്മുടെ ഒരു ബോധ്യത്തിൽ നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്ന വിറ്റിന്റെ ഒരു വലിപ്പം ഉണ്ടല്ലോ, താൻ ഇതിനകത്തെ ചെറിയ വിറ്റുകൾക്കും വലിയ വിറ്റുകൾക്കും നല്ല വിറ്റുകൾക്കും മോശം വിറ്റുകൾക്കും എല്ലാം ഏതാണ്ട് ഒരേ പാറ്റേൺ പിടിക്കുമ്പോൾ നമുക്ക് നല്ലതും ചീത്തതും വ്യത്യാസം ഇല്ലാണ്ട്. മറ്റേ ഞാനും ബലമായിട്ട് പിടിച്ചിട്ടില്ല എന്നുള്ള പോലെ അവതരിപ്പിക്കും. പിന്നെ ഞാനൊരു സാഗാറ്റാണ് ഈ സംഭവം ഉണ്ടല്ലോ, ഇത് കുറച്ചും കൂടെ കാഷ്വൽ ആയിട്ട് പറയാൻ പറ്റിയാല് ഇനിയും നന്നാവും. താൻ അതിന് മുമ്പ് വർത്താനം പറഞ്ഞപ്പോ നല്ല രസമായിരുന്നു. കറക്റ്റ് അല്ലേ? പരിപാടിക്ക് മുമ്പ് താൻ വർത്താനം ഇപ്പൊ നല്ല രസമായിട്ട്. ഈ പരിപാടി അങ്ങ് തുടങ്ങിയോടുകൂടി താൻ കുറച്ച് ഇതായിട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ആകെ ഉള്ള ഇങ്ങനെ ഒരു ചെറിയ ഡ്രാമ, നമ്മൾ മോണാക്ട് കയറുമല്ലേ പണ്ട്, അത് കയറിയായിരുന്നു. അത് കുറച്ച് കൺട്രോൾ ചെയ്താൽ ഇനിയും നന്നാവും കേട്ടോ. ഓക്കെ, അടിപൊളി. ചേട്ടാ ആതിര മുപ്പത്തളം പറയാല്ലേ, ആലുവ മറ്റു മുപ്പത്തളം ആകാം നമുക്ക്, കുഴപ്പമില്ല. ഇത് തന്നെയാണ് ഞാൻ പറയാൻ വേണ്ടിയിരുന്നത്. കാരണം ആതിര വന്നപ്പോഴും ആതിര അമൃതയായിട്ട് സംസാരിച്ചപ്പോഴും ഒക്കെ ആതിരയുടെ നാച്ചുറൽ ആതിര എങ്ങനെയാണോ അങ്ങനെയാണ് ആതിര സംസാരിച്ചത്. അതേപോലെ തന്നെ പെർഫോമൻസിലും വന്നിരുന്നത്. ഇത് മറ്റത് ഈ മോണോആക്ട് തുടങ്ങുന്നതിന് മുൻപും പിൻപും എന്നുള്ളത് പറയുന്ന പോലെ മോണോആക്ട് തുടങ്ങി കഴിഞ്ഞാൽ മോണോആക്ട് ചെയ്യുന്ന ആൾ വേറെ ഒരു 3 ക്യാരക്ടേഴ്സ് ആയിട്ട് മാറും. അമ്മൂമ്മയാവും, അപ്പൂപ്പനാവും, അമ്മാവനാകും, മകളാവും, ഇങ്ങനെയൊക്കെ ആയിപ്പോവും എന്ന് പറഞ്ഞ പോലെ തുടങ്ങിയതും ആതിര വേറൊരാളായിപ്പോയി. എന്നിട്ട് ഇത് നമ്മളിലോട്ട് അടിച്ചു കയറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് ഭയങ്കര ഒരു വേറൊരു ആക്ടിങ് പോലെ തോന്നി. അത് ഒട്ടും വേണ്ടാന്ന് എനിക്ക് തോന്നുന്നു. ആതിര എങ്ങനെ സംസാരിക്കുന്നോ അതേപോലെ ഇത്രയും കാര്യം പ്രസന്റ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചൊരു ബെറ്റർ ആയനെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പറഞ്ഞ കാര്യങ്ങളിലൊക്കെ അത്യാവശ്യം തമാശയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നമുക്ക് കുറച്ച് കണക്ട് ചെയ്യാനൊക്കെ പറ്റി. നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഈ പറയുന്നത് പോലെ കുറച്ചുകൂടെ നാച്ചുറൽ ആയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആവും കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ചെയ്തതൊക്കെ പക്ഷെ നല്ല കോൺഫിഡൻസ് ആയിട്ടാ ചെയ്തത്. നല്ല ധൈര്യം കോൺഫിഡന്റ് ആയിട്ട് നല്ല പ്ലസന്റ് ആയിരുന്നു. പക്ഷെ എനിക്കൊരു പുതിയ സാധനം കൂടി കിട്ടിയോടുന്നു. എന്താ സാറേ? സാധാരണ നിറക്കുടവെന്നൊക്കെ പറഞ്ഞിട്ട് നിറച്ചെരിവോ എന്നൊക്കെ പറഞ്ഞ ആദ്യമായിട്ട് നിറച്ചെരിവോ? അത് അതിനിടെ പറഞ്ഞു പോയിട്ടുണ്ട്. നമ്മളെ കോളേജിൽ പഠിക്കുമ്പോൾ മോണോആക്ടോ ഇങ്ങനെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല അല്ലേ? ചേച്ചിനെ നിർത്തിക്കൊണ്ട് പറയാൻ പറ്റുമെന്ന് പറഞ്ഞൂടാ. ഞാൻ ആങ്കർ ആവാൻ നടന്ന ഒരാളാണ്. ഒന്ന് കാണിച്ചു തരാൻ പറ. ഒറ്റയടിക്ക് ആ ബ്രാൻഡിങ് മുഴുവൻ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് കാണണ്ടെന്ന് പറഞ്ഞേ. ഒറ്റയടിക്ക് പറയാൻ പറ്റില്ല, നോക്കട്ടെ. പ്രിപ്പയർ ചെയ്തിട്ടേ പറയാം. ധൈര്യം ഉണ്ടെ പറ, അല്ലേ ഇവിടെ താഴെ എഴുതി വെച്ചിട്ടുണ്ട്, നോക്കിയെന്ന് പറഞ്ഞു. എങ്ങനെ പറച്ചില്ലെന്ന് നോക്കട്ടെ. പറ്റുന്ന പോലെ, പറ്റുന്നവരെ പോട്ടെ. ഇതാരാ പറ്റുന്ന പോലെ എന്ന് പറയുന്നേ? ഇതാരാ? ഞാൻ നന്നാക്കും. കണ്ടോ, അടിപൊളിയാവും. താൻ പറഞ്ഞോ. കോപ്പ് അവാർഡ് മുതൽ പറഞ്ഞാൽ മതിയാ? കോപ്പ് അവാർഡ് മുതൽ അല്ല, നമ്മുടെ മെയിൻ പറയണ്ടേ? വെൽക്കം ടു മൈ ജി ഫ്യൂച്ചർ ഫൺ ബേബി ഫൺ, കോ പവർഡ് ബൈ ക്യാമറി ഐസ്ക്രീംസ്. അത് പോയി. എനിക്കൊരു വെല്ലുവിളിയാകും. അതാണ് മാറിപ്പോ. ഇവിടെ മാറാത്തതുണ്ട്. കണ്ടു പറയാ കൊടുക്കണോ? അല്ലല്ല, കൊടുക്കണ്ട. ശരി ഇത് നോക്കി പറഞ്ഞു. വെൽക്കം ടു പോയി മൈ ചീഫ് ഫ്യൂച്ചർ ഫൺ ബേബി ഫൺ. സ്റ്റക്ക് ആക്കി തരാൻ പറയൂ. സ്റ്റക്ക് ആക്കി തരാൻ പറയൂ. അതൊന്നും ഇല്ല, അല്ലേ തന്നെ സ്റ്റക്ക് ആയിരുന്നു. ഞങ്ങളിപ്പോ മാറ്റിയതാ. രാവിലെ ഷൂട്ടിംഗ് തുടങ്ങിയപ്പോ തൊട്ടത് സ്റ്റക്ക് ആയിരുന്നു. ആവശ്യമില്ലാത്ത പറയല്ലേ. ശരി, പുറം തിരിഞ്ഞ് നോക്കിയിട്ട് താഴെ വരുന്ന ഓർഡർ അങ്ങ് പറഞ്ഞോ. ഓടിക്കോ, പറ. വെൽക്കം ടു മൈ ജി ഫ്യൂച്ചർ ഫൺ ബേബി ഫൺ, കോ പവർഡ് ബൈ ക്യാമറി ഐസ്ക്രീംസ്, KSFE ചിട്ടികൾ.
പിന്നെന്തായിരുന്നു? വരും, കാത്തുന്നോ, റൗണ്ട് അടിച്ച് വരുമ്പോ പറഞ്ഞു. ഹെൽത്തി ഗ്രോസർ കായം. ഹെൽത്തി സ്പോൺസർ ഹെൽത്തി ഗ്രോസർ കായം. ഹെൽത്തി ഗ്രോസർ കായം. ഹെൽത്തി ഗ്രോസർ കായം. ഹെൽത്തി ഗ്രോസർ കായം. മിൽമ കർഡ്. മിൽമ കർഡ്. മാട്രിമോണി പാർട്ണർ അയ്യോ സോറി കേട്ടോ. നോക്കി വാച്ചിട്ട് തെറ്റിയാ. മാട്രിമോണിയൽ പാർട്ണർ m4marry.com. ടേസ്റ്റി പാർട്ണർ ചിക്കിങ്. ടേസ്റ്റി പാർട്ണർ ചിക്കൻ. ഹെൽത്തി പാർട്ണർ സൺറൈസ് ഹോസ്പിറ്റൽസ്. ഹെൽത്തി പാർട്ണർ സൺറൈസ് ഹോസ്പിറ്റൽസ്. കൊള്ളാം കേട്ടോ. ഭർത്താവ് ഇപ്പം മാട്രിമോണിയെ പറ്റി പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കാണ്, കല്യാണം. എന്താ സാർ? നമുക്ക് അമൃതേനൊന്ന് മാറ്റിയിട്ട് കുട്ടീനെ അയ്യോ, അത് വേണ്ട, അങ്ങനെ ചെയ്യാൻ പാടില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, കുട്ടിക്ക് വേണ്ടി പുതിയൊരു പരിപാടി പ്രൊഡ്യൂസ് ചെയ്തല്ലോ ചേട്ടാ. അത് നല്ലതായിരിക്കും. സാറേ, പുതിയ പരിപാടി പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും ഞങ്ങളെയൊക്കെ ഉൾപ്പെടുത്തണം സാറേ. ഞങ്ങള് ഇതൊരു പരിപാടി കൊണ്ട് മാത്രം അങ്ങനെ കുറച്ച് ലോണൊക്കെ ഉള്ളതാ. സാറൊന്ന് സഹായിക്കോ സാറേ? ഇവിടെ വന്നിട്ട് ഞാനിവിടെ സമയം കളയാൻ വേണ്ടി വന്നേക്കുന്ന ആളല്ല, ഞാൻ ഒരു കാര്യത്തിന് വേണ്ടി വന്നേക്കണതാ. അതെ അതെ. അതെ, കല്യാണം നോക്കുന്നുണ്ടോ? എൻഗേജ്മെന്റ് കഴിഞ്ഞു. കഴിയോ? അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ചെറുക്കന്റെ പേരെന്താ? എൻഗേജ്മെന്റ് രവിശങ്കർ. രവിശങ്കർ. രവിശങ്കർ എന്ത് ചെയ്യുന്നു? രവിശങ്കർ എന്ത് ചെയ്യുന്നു? ടെക്നിക്കൽ സപ്പോർട്ട് എഞ്ചിനീയർ ആയിട്ട് മറൈൻ ഡ്രൈവിൽ വർക്ക് ചെയ്യാം. വെരി ഗുഡ്. മറൈൻ ഡ്രൈവിന് എന്നെ ടെക്നിക്ക് മറൈൻ ഡ്രൈവിലല്ല, അവിടെ മാക്സ്വെൽ ജിയോ സിസ്റ്റംസ് എന്ന കമ്പനി. വേറെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതാണ്. ഞാനടുത്ത് മറൈൻ ഡ്രൈവിൽ വെറുതെ ടെക്നിക്കൽ സപ്പോർട്ട്. ഞാൻ അവിടെ കൊടയായിട്ട് കുറെ പേര് തിരിഞ്ഞിരിപ്പുണ്ടേ, അവർക്ക് എന്തെങ്കിലും സപ്പോർട്ട് പുള്ളി കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചതാണ്. അല്ലാതെ മറൈൻ ഡ്രൈവിൽ തന്നെ ടെക്നിക്കൽ സപ്പോർട്ട് ഇരിക്കുന്നത്. വിളിയൊക്കെ നടക്കുന്നുണ്ടോ? മുറയ്ക്ക് കിടക്കുന്നുണ്ട്. ഒരു ദിവസം എത്ര തവണ വിളിക്കും? അങ്ങനെയൊന്നുമില്ല, പറ്റുമ്പോഴൊക്കെ വിളിക്കും. കണക്കില്ല, കയ്യും കണക്കില്ല. കയറുന്നതിന് മുമ്പ്, ഇവിടെ ഫ്ലോറിൽ കയറുന്നതിന് മുമ്പ് കെട്ടാൻ പോണവനെ വിളിച്ചിട്ട് ഞാൻ കയറാൻ പോവാണ്, അനുഗ്രഹം വേണോന്നൊക്കെ പറഞ്ഞോ? അത് പറഞ്ഞില്ല. പുള്ളി എഴുന്നേറ്റോന്ന് പറഞ്ഞു. അമ്മയുടെ കയ്യിൽ ഫോൺ കൊടുത്തിട്ടാ വന്നേ. പുള്ളി വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ അമ്മയുടെ ഫോൺ കൊടുത്തേക്കോണോ? എന്റെ അമ്മയുടെ കയ്യിൽ ഞാൻ കൊടുത്തിട്ടാ വന്നത്. താങ്ക് യു മോളെ. എന്തോ ഞാൻ പറഞ്ഞ ഗിഫ്റ്റ് സർപ്രൈസ് മറന്നു പോരുത്, ഞാൻ തന്നോളാം കേട്ടോ. ഓക്കെ. മൈ ജി ഫ്യൂച്ചർ ഫൺ ബേബി ഫണ്ടിൽ നമുക്ക് അടുത്തൊരു പെർഫോമൻസ് കാണാം. നവീൻ ഫ്രം പാലക്കാട്. ഹലോ, നമസ്കാരം. കണ്ടായിരുന്നു ഒരു ഷെയ്ക്കാൻഡ് പാളിയതല്ലേ, പതിവുള്ളതാ. നവീൻ നമസ്കാരം. നമസ്കാരം ചേട്ടാ. ചേട്ടാ നമസ്കാരം. 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 ഈ നവീൻ എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഒന്നെങ്കിലും ഒരു 10-18 വയസ്സ്, അങ്ങ് ഏറ്റവും ഒരു 25 വയസ്സ്. പക്ഷെ കണ്ടപ്പോ കുറച്ച് വലിയ ആളാട്ടോ. അല്ല, സൈസ് കൂടുതലെന്നുള്ളൂ, വയസ്സ് കുറവാ. ഓ ഓക്കെ, ശരി ശരി. അല്ല, അങ്ങനെ ഉണ്ടോ? നവീൻ എന്ന് പറഞ്ഞ പേര് ഇത്ര പ്രായത്തിലുള്ള അങ്ങനെ ഉണ്ടാവും? നിവിനും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്തത് അതുകൊണ്ടാണോ? അല്ല, നവീൻ എന്ന് പറയുമ്പോ നമ്മളെന്താ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒരു പുതിയ പേരല്ലേ? നവീൻ എന്ന് പറയുന്ന എത്ര പേരെ മോക്ക് അറിയാം? മോക്ക് പരിചയമുള്ള ഏറ്റവും പ്രായമുള്ള നവീൻ എന്ത് പ്രായമുണ്ട്? എന്റെ മനസ്സിൽ കണക്കൂട്ടിൽ വെച്ചൊരു 25 വയസ്സൊക്കെയാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തത്. എടാ നവീനെ, ഇന്ന് പേര് വേണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ഈ പ്രൈസ് മാത്രമല്ല, അറിയാം, ബേബി സാറിന്റെ കയ്യിൽ നിന്നാണ് എല്ലാരും കൂടുതൽ സമ്മാനങ്ങൾ എപ്പോഴും മേടിച്ചോണ്ട് പോകുന്നത്. പെർഫോമൻസ് നന്നാക്കിയാൽ ഗംഭീരായി. നേരത്തെ ഡയറക്ടർ ഒരു പ്രൊഡ്യൂസറെ തപ്പുണ്ടായിരുന്നു, ഞാനൊരു അഭിനയിക്കാൻ സിനിമ തപ്പി നടക്കുന്നു. പ്രൊഡ്യൂസറായി, ഡയറക്ടറായി, നമുക്ക് എല്ലാവർക്കും കൂടെ കേട്ടോ സെറ്റ് ആക്കി കൊടുക്കാം. നമുക്ക് ഓക്കെ, സെറ്റ് ആകാം. അപ്പൊ നവീൻ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എന്തൊരു നല്ല കാര്യം തുടങ്ങുമ്പോഴും പോസിറ്റീവായിട്ട് തുടങ്ങണം എന്നാണല്ലോ. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഒരു മെസ്സേജ് പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. സംഭവം വേറെ ഒന്നുമല്ല, നമ്മള് ഒന്നിനെയും ചെറുതായി കാണരുത്. എല്ലാത്തിനും അതിൻ്റെതായ ഒരു പവർ ഉണ്ട്. ഒരു കഥ പറയാം. അതായത് ഒരു സ്കൂളിലെ കുട്ടികളും അധ്യാപകരും തമ്മിലുള്ള ഒരു ബന്ധം വലുതാക്കാൻ വേണ്ടിയിട്ട് കുട്ടികളോടൊക്കെ പറഞ്ഞു, നിങ്ങൾ നാളെ വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അധ്യാപകർക്ക് ഒരു ലഡ്ഡു കൊടുക്കണം എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം കുട്ടികൾ വന്നു. അവരെ അധികം തല്ലാത്ത, അവർക്ക് ഇഷ്ടമുള്ള അധ്യാപകർക്ക് ലഡ്ഡു കൊടുക്കുന്നു. പക്ഷെ ഒരു കുട്ടി മാത്രം, അവന് ദിവസവും നേരം വൈകി വന്ന് തല്ലുന്ന അധ്യാപകന്റെ കയ്യിലാണ് ഈ ലഡ്ഡു കൊണ്ടേ കൊടുത്തത്. അപ്പൊ അധ്യാപകന് സ്വാഭാവികമായിട്ട് അത്ഭുതമായി. അപ്പൊ കുട്ടി വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞു, സാറേ, വളരെ ചെറിയ പ്രായമാണെങ്കിലും ഇപ്പൊ തന്നെ ഒരുപാട് പ്രാരാബ്ദങ്ങളും പ്രതിസന്ധിയൊക്കെ നേരിടുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എൻ്റെ ഈ പ്രാരാബ്ദം പ്രതിസന്ധി തരണം ചെയ്യാനുള്ള മനഃശക്തി കിട്ടുന്നത് സാറുടെ ഈ ശിക്ഷയിൽ നിന്നാണ്. ഇത് കേട്ടതും അധ്യാപകന്റെ കണ്ണ് നിറഞ്ഞുപോയി. അപ്പം പറഞ്ഞു, സാറാണ് എൻ്റെ യഥാർത്ഥ ഗുരു. ഒരു മറുപടി പോലും പ്രതീക്ഷിക്കാതെ തൻ്റെ സ്വതസിദ്ധമായ പുഞ്ചിരിയുമായിട്ട് ആ സ്കൂൾ വരാന്തയിലൂടെ നടന്നു പോകുന്ന ആ മിടുക്കനായ ബാലനെ ആ അധ്യാപകൻ അധികം നേരം കണ്ണ് നിറഞ്ഞ് നോക്കി നിൽക്കാൻ സാധിച്ചില്ല. കാരണം അപ്പോഴേക്കും വയറിളകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല സൂപ്പർ പണിയാണ് ആ ലഡ്ഡുലാവും വെച്ചു കൊടുത്തത്. ഇതാണ് ഞാൻ പറയണത്, നമ്മൾ ഒന്നിനെ ചെറുതായി കാണാൻ പാടില്ല. ആരാണ് എവിടെ നിന്ന് എങ്ങനെ പണി തരാന്ന് പറയാൻ പറ്റില്ല. ആ ലഡ്ഡു കഴിച്ച് 3 ദിവസമാണ് അധ്യാപകൻ ആശുപത്രി കിടന്നത്.
അൺഫോർച്ചുനേറ്റ്ലി അല്ലെങ്കിൽ ഫോർച്ചുനേറ്റ്ലി ആ കുട്ടി ഞാനായിരുന്നു. പേര് നവീൻ, പാലക്കാട് നിന്ന് വരും. അപ്പൊ നിങ്ങൾ ചോദിക്കും, നീ സ്കൂളിൽ പഠിക്കണ കാലത്ത് നിനക്ക് എന്താണ് ഇത്ര വലിയ പ്രാരബ്ധം? രാവിലെ എണീക്കണം, പല്ലേക്കണം, കുളിക്കണം, ബാക്കി പരിപാടി ചെയ്യണം, സ്കൂളിൽ പോകണം. പോയി കഴിഞ്ഞ് ഇയാളുടെ തല്ല്. ഇതിനും വലിയ പ്രാരബ്ധം വേറെ വല്ലതും കിട്ടാണ്ടോ? ഇനിയെങ്കിലും ഞാൻ എൻ്റെ കണ്ടന്റിലേക്ക് വരികയാണ്. സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്വഭാവമുണ്ട്, ചീത്ത സ്വഭാവമുണ്ട്. ചില നല്ല സ്വഭാവങ്ങൾ കൂടുതലായി അത് ചീത്ത സ്വഭാവമായിട്ടുണ്ട്. ഉദാഹരണം വിനയം, അല്ലെ? വിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ എൻ്റെ ഒരു കൂട്ടുകാരൻ വിനയം കൂടിയിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയി. സംഗതി എന്താന്ന് വെച്ച് കഴിഞ്ഞപ്പോ അവൻ ഭയങ്കര വിനയാ, എല്ലാരും വിനയം. ഇപ്പൊ വരുന്നു, ഇപ്പൊ രമേശ് ചേട്ടനെയോ ഷാജോൻ ചേട്ടനെ കാണുന്നു, സാധാരണ ആ ചേട്ടാ എന്ന് പറയുന്ന സ്ഥാനത്ത് ഇവൻ അത് ഒരു തവണയല്ല, ഇങ്ങോട്ട് നോക്കി വീണ്ടും കണ്ട ഇതാണ്. ഇത്രയും വിനയമുള്ള ഒരുത്തൻ ഇവന്റെ മാഷെ കണ്ടപ്പോ ഒന്ന് എണീറ്റ് നിന്നിട്ട് മുണ്ടിന്റെ മടക്കി കുത്തി അഴിച്ചിട്ടു. വിനയം കാണിക്കാൻ അവൻ മറന്നില്ല, പക്ഷെ ഇവൻ ആക്റ്റീവ് ഓടിക്കാൻ എന്നുള്ള കാര്യം മറന്നുപോയി. കാലയും കുത്തി വീണിട്ട് ഇപ്പൊ അവൻ കിടക്കുന്ന കിടപ്പ് കാണണം. ആര് വന്നാലും നട്ടല് വളക്കില്ല. കാരണം ഈ നമ്മുടെ പാലം മണിക്ക് ഉപയോഗിക്കുന്ന കമ്പിയില്ല, അതുപോലത്തെ കമ്പിയാണ് നട്ടലിട്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയ എന്നെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ മീഡിയ അല്ല, സോഷ്യൽ മടിയാ. ഈ പണിക്ക് പോകാൻ മടിയായിട്ട് ഇതുമേ നോണ്ടിക്കൊണ്ടിരിക്കും. ഞങ്ങൾ കുറെ പേരുണ്ട് കേട്ടോ അങ്ങനത്തെ ആൾക്കാർ. ഞങ്ങൾ സാധാരണ ആരെങ്കിലും നല്ലൊരു വീഡിയോ ഇട്ടാൽ അതിന്റെ അടിയിൽ പോയി കമന്റ് ഇടും, ഇതെന്ത് വൃത്തികെട്ട വീഡിയോ ആണിത്, ഈ സമയം ഞങ്ങളുടെ അങ്ങോട്ട് വേസ്റ്റ് ആയി പോയി, ഈ സമയം ഞങ്ങൾക്ക് കിട്ടിയാൽ ഞങ്ങൾ മലമറിച്ചിട്ടുണ്ടാവും. ഈ സോഷ്യൽ മീഡിയ പലതും നമ്മുടെ മേലെ അടിച്ചേൽപ്പിക്കുകയാണെന്ന് അങ്ങനെ തോന്നിയിട്ടില്ലേ? ഭയങ്കര അടിച്ചേൽപ്പിക്കില്ല. ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് എന്ന് പറയാൻ പറ്റില്ല, മെനകെട്ടവൻ എനിക്ക് ഭയങ്കര ദേഷ്യമുള്ള വരുന്നത്. അവൻ എന്നോടും ഭയങ്കര ദേഷ്യം. ഇവന്റെ ഒരു പോസ്റ്റ് കണ്ടു, പക്ഷെ എനിക്ക് ലൈക്ക് ചെയ്യാതിരിക്കാൻ പറ്റിയില്ല. ഞാൻ ലൈക്ക് ചെയ്തു പോയി. നിങ്ങളാണെങ്കിലും ലൈക്ക് ചെയ്യും. സംഗതി എന്താ അറിയോ? ഈ പോസ്റ്റ് വായിച്ച് ലൈക്ക് അടിക്കാത്തവൻ തന്തയില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ ആരായാലും ലൈക്ക് അടിക്കൂലേ? ഇതാണ് അവസ്ഥ. അപ്പൊ പ്രശ്നം എന്താ വെച്ചാൽ ഇവൻ ഹാപ്പി ക്രിസ്മസ് ഇട്ടാലും അതിന്റെ അടിയിൽ ഈ സാധനം ഇടും, ഞാൻ ലൈക്ക് അടിച്ചു പോകാനേ. അതിനിടയ്ക്ക് ഈ സോഷ്യൽ മീഡിയയിലെ ഒരു ദുരുപയോഗം എന്ന് പറഞ്ഞാലേ, ഇന്നാള് എൻ്റെ ഒരു കൂട്ടുകാരൻ അവന്റെ അച്ഛന് വെലിയിടുക ഈ കർക്കിടക അവന്. സംഗതി രസം അതല്ല, അവന്റെ അച്ഛൻ മരിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചോടാ, മരിക്കാത്ത അച്ഛന് നീ എന്തിനാണ് ബലിയിടണത്? അപ്പൊ അവൻ പറഞ്ഞു, റീൽസ് ചെയ്യാനാടാ. ഞാൻ പറഞ്ഞു, ഓക്കെ, നീ റീൽസ് ചെയ്തോ, നിനക്ക് റീച്ച് കിട്ടും, പക്ഷെ നിന്റെ അച്ഛൻ എന്മാതിരി ഫീൽ ചെയ്യും എന്ന് പറഞ്ഞ് ഞാൻ തിരിഞ്ഞു നോക്കണത് ക്യാമറയും പിടിച്ചോണ്ട് ഇളിച്ചോണ്ട് നിൽക്കണം എന്റെ അച്ഛനെ മോത്തിക്കാം. ഇതും പോരാണ്ട് പിറ്റേ ദിവസം ഫേസ്ബുക്കിൽ ഇവൻ പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്, എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ വാവാശംസകൾ. അപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ ഡ്യുവൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട്. സംഗതി എന്താ വെച്ചാൽ, ഞാൻ ആരെങ്കിലും ഇപ്പൊ ഒരു ബോർഡ് വെച്ചിരിക്കാന്ന് വെച്ചോ, ഇവിടെ മാലിന്യം നിക്ഷേപിക്കരുത്, അല്ലെങ്കിൽ ഇവിടെ മലമൂത്ര വിസർജനം പാടില്ല എന്നുള്ളൊരു ബോർഡ് വെച്ചാൽ അതിന്റെ കറക്റ്റ് താഴെ കൊണ്ടുപോയിട്ട് വേസ്റ്റ് ഇടും. അതിന്റെ താഴെ പോയിട്ട് മൂത്രം ഒഴിക്കും. എന്നിട്ട് ആ ഭാഗത്തിന്റെ പറഞ്ഞ മറ്റേ ഇത് വെച്ചിട്ടില്ലേ, ബോർഡ് വെച്ചിട്ടില്ലേ, ആ ഭാഗത്തിന്റെ ഫോട്ടോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുപോയിടും. എന്നിട്ട് അവൻ അതിന്റെ താഴെ ഒരു വലിയ കഥ എഴുതി പിടിച്ചിട്ട് അവസാനം പറയും, മാലിന്യ കൂമ്പാരം മൂലം ജനങ്ങൾ പൊറുതി മുട്ടി മുഖ്യമന്ത്രി രാജിവെക്കുക. പിന്നെ അവന്റെ മൂത്രം തടയിലാണല്ലോ മുഖ്യമന്ത്രിയുടെ പണി. അപ്പൊ ഇതൊക്കെ വളരെ മോശം സ്വഭാവങ്ങളാണെങ്കിലും നമ്മൾ ഒരിക്കലും മോശം സ്വഭാവമാണെന്ന് വിശ്വസിക്കാത്ത, എന്നാൽ അത് വലിയൊരു മോശം സ്വഭാവം, ഈ മോശം സ്വഭാവങ്ങളുടെ അച്ഛൻ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അങ്ങനത്തെ ഒരു മോശം സ്വഭാവം ഉണ്ട്. എന്താണെന്നറിയോ? പലതും നാളേക്ക് മാറ്റി വെക്കാം, നമ്മുടെ വളർച്ചനെ തടയും, അല്ലേ? പലരും പറയും, ഞാൻ നാളെ നന്നാവാം. ആര് നന്നാവാൻ? ജമ്മത്ത് നന്നാവില്ല. ഞാൻ നാളെ വെള്ളമടി നിർത്തുമെന്ന് പറഞ്ഞിട്ട് ഇന്നൊരു 1 ലിറ്റർ എക്സ്ട്രാ വാങ്ങി അടിക്കും, നാളെ ഇത് തന്നെ പറയും, നാളെ 1 ലിറ്റർ എക്സ്ട്രാ വാങ്ങി അടിക്കും. അങ്ങനെ അടിച്ചടിച്ച് കരളും പഴുത്ത് ഡോക്ടർ പറയും, ഇനി നീ അടിച്ച തട്ടിപ്പോകുമെന്ന് പറയുമ്പോൾ ഇവനിതൊക്കെ നിർത്തി മോട്ടിവേഷൻ സ്പീക്കർ ആവും. എടാ ഞാനോ ഇങ്ങനെയായി, നീ അടിച്ച് വെറുതെ നശിക്കരുത് കേട്ടോ. അതുവരെ അവനൊരു മോട്ടിവേഷനും ഇല്ല. അപ്പോ അങ്ങനെയുള്ള സ്വഭാവം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ, നമുക്ക് ഷെയർ ഇടാം. അല്ല, അങ്ങനെയുള്ള സ്വഭാവം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ, നമുക്ക് ഷെയർ ചെയ്യൂ, ഞാനത് പരിഹരിക്കാം. ഇങ്ങനെ നാളേക്ക് മാറ്റി വെക്കുന്ന സ്വഭാവം മാറ്റാനായിട്ടൊരു അടിപൊളി വഴിയുണ്ട്, പറഞ്ഞു തരട്ടെ? ഓ, അല്ലെങ്കിൽ കൊണ്ട് ഒരു മൂടില്ല, നാളെ പറഞ്ഞുതരാം. താങ്ക് യു ചേട്ടാ. തുറന്നു പറയാലോ, നല്ലൊരു കണ്ടന്റ് ആയിരുന്നു സ്വഭാവം, അല്ലേ? അയ്യോ, എന്താ പറയാനുള്ളത്? നമ്മൾ കാഴ്ചയിൽ മാത്രമല്ല, ഈ ലോകത്തുള്ള ഇത്രയും ആളുകൾ വ്യത്യസ്തരായിരിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം സ്വഭാവം കൂടിയാ, അല്ലേ? നമ്മൾ കാഴ്ചയിൽ മാറ്റമുണ്ട്. 800 കോടി ആളുകൾ എന്ന് പറഞ്ഞാലും സ്വഭാവവും ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ്. അതിന്റെ പല ഈ നമ്മൾ കള്ളു കുടിക്കുമ്പോഴുള്ള സ്വഭാവം, അതിന്റെ മാറ്റം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയില് പോസ്റ്റ് ഇടാൻ വേണ്ടി കാണിക്കുന്ന കാര്യങ്ങൾ. നവീൻ അങ്ങനത്തെ കുറെ റെലവെന്റ് ആയിട്ടുള്ള ഇഷ്യൂസിലൂടെയാണ് നവീന്റെ സ്റ്റാൻഡപ്പ് കൊണ്ടുപോയത്. അത് വളരെ നല്ലതായിരുന്നു. വിനയത്തിന്റെ കാര്യം പറഞ്ഞപ്പോ
ജയരാജ് ഉണ്ടായിരുന്നു സുഹൃത്ത്, ഭയങ്കര വിനയത്തിന്റെ ആളാ. എന്താ ജയരാജ് നല്ല മിമിക്രി ആർട്ടിസ്റ്റ് ആണ്, അങ്ങനൊന്നും ഇല്ല. ജയരാജിന്റെ വീട് വലിയ വീട് വെച്ചു ഗൃഹപ്രവേശത്തിന്. അപ്പോ നമ്മൾ ഇവന്റെ വീട്ടിൽ പോയി നിന്ന് കഴിയുമ്പം നമ്മൾ പറയും, ജയരാജ് വീട് ഭയങ്കര സൂപ്പർ വീടായല്ലോ. അങ്ങനൊന്നും ഇല്ല. അതാണ് ജയരാജ്, ഇത് എത്രയുടെ 100 ഇഞ്ചിന്റെ TV ആണോ മേടിച്ചു വെച്ചേക്കുന്നേ, അങ്ങനൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ ജയരാജിന്റെ അച്ഛൻ വന്നു. അച്ഛൻ വന്നപ്പോ ജയരാജ് അച്ഛനെ പരിചയപ്പെടുത്തി. പിഷാരടി ഇതെന്റെ അച്ഛൻ. അപ്പൊ അവന്റെ അച്ഛൻ അങ്ങനൊന്നും ഇല്ല. വിനയം വന്ന അച്ഛന് വിനയം കാരണം പറഞ്ഞപ്പോ ഓർത്തു. വളരെ ഗംഭീരമായിട്ടുള്ള പ്രകടനമായിരുന്നു. ഈ പോസ്റ്റലുകൾക്കകത്തും ഇങ്ങനെ ഉണ്ട്. കാരണം ചിലരൊക്കെ ഫസ്റ്റ് ഇടുക ഏതെങ്കിലും ഒരു കാര്യം അറിഞ്ഞാൽ ഈ അങ്ങനെയാണല്ലോ ഫേക്ക് ന്യൂസ് വരുന്നത്. ആളൊക്കെ മരിച്ചു എന്നൊക്കെ കേൾക്കുന്നതിന് മുമ്പേ ഇടുമല്ലോ. വളരെ പ്രശസ്തനായിട്ടുള്ളൊരു സിനിമയാണ്. ഒരു ദിവസം ഒരു ഇർഫാൻ ഖാൻ എന്ന് പറഞ്ഞ മരിച്ചുപോയല്ലേ അദ്ദേഹം. ഇർഫാൻ ഖാൻ മരിച്ചുപോയ ദിവസം അദ്ദേഹത്തിന്റെ ഫോട്ടോ, ഇവനൊന്നും ഒരു ബന്ധമുള്ള ആളല്ല, എന്നാലും അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ ഇട്ടിട്ട് നേരെ മുകളില് പ്രിയ കലാകാരന് വട. ഞാൻ വിളിച്ചു പറഞ്ഞേടാ ചിരി വന്ന് പോവാണ്, നീ അതൊന്ന് തിരുത്ത് എന്ന് പറഞ്ഞിട്ട്. പോസ്റ്ററിലൊക്കെ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഗംഭീരമായി കേട്ടോ. ചേട്ടാ ഉഗ്രനായിരുന്നു കേട്ടോ നവീനെ. താങ്ക് യു നവീന്റെ ഒരു പ്രസന്റേഷൻ അടിപൊളിയായിരുന്നു. എത്ര നാളായി നവീൻ ഇങ്ങനെ ഒരു സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യാൻ തുടങ്ങിയിട്ട്? ഞാൻ കുറച്ചു കാലമായി. കൊറോണ അപ്പൊ നമ്മളൊരു സ്കിറ്റുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാം അതിന്റെ പുറകിലുള്ള ഒരു ഹോംവർക്ക് ഇങ്ങനെയൊക്കെ ആയിരിക്കും. അവരൊരു ഗ്രൂപ്പ് ചേർന്ന് എഴുതിയിട്ടൊക്കെ ആയിരിക്കും പ്രസന്റ് ചെയ്യുന്നുള്ളത്. അപ്പൊ ഇതുപോലൊരു നന്നായിട്ടൊരു സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുമ്പോൾ അതിന്റെ പുറകിലുള്ള ഒരു ഹോംവർക്ക് എങ്ങനെ ആയിരിക്കും? നവീൻ ചെയ്യുന്ന എങ്ങനെ ആയിരിക്കും എന്ന് പറയുമോ? ആദ്യം ഒരു 1 ലൈൻ ഉണ്ടാക്കി വെക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് മനസ്സിൽ കോമഡി ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ എഴുതി വെക്കും. അല്ല, അത് നിങ്ങളുടെ പരിചയത്തിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. അല്ല മറ്റേ എവിടെന്നെങ്കിലും കേട്ട് മറന്ന കാര്യങ്ങൾ അവിടെ നിന്ന് അടിച്ചു മാറ്റി ചുരണ്ട് മാറ്റി അതിന്റെ വേറൊരു പാറ്റേൺ ഉണ്ടാക്കി അങ്ങനല്ല. അല്ല, ഇതെന്താ പറയുക, ഇവനിപ്പോ നിങ്ങൾ അവന്റെ ടെക്നിക്ക് പറയാന്നാ പറഞ്ഞേക്കുന്നത്. അവന്റെ കൂട്ടത്തിൽ മത്സരിക്കുന്നവരല്ലേ ഇവിടെ നിൽക്കുന്നവരുടെ. ഇവൻ മിണ്ടാണ്ട് നിൽക്കുക. ഞാനത് എഴുതി വെക്കും. പിന്നെ അവനെ അല്ല ചേട്ടാ, കുറെ കൗണ്ടർ അവിടെ നിന്നാണ് മോഷ്ടിക്കുക. കാരണം ഇവരായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ അവർ എന്തെങ്കിലുമൊക്കെ പറയുമല്ലോ. ഒരു ഇതാണ് കാര്യം. എന്താണെന്നറിയാം, നമുക്ക് ഈ പറഞ്ഞ ഈ വിനയത്തിന്റെ കാര്യമാണെങ്കിൽ എനിക്കുണ്ടായിരുന്നു ഒരിടയ്ക്ക് ഭയങ്കര ഒരു വിനയത്തിന്റെ ഒരു സംഭവം. നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ കാണുമ്പം എനിക്ക് കുറച്ച് കൂടുതലായിരുന്നു വിനയം. അപ്പോൾ ഒരു ദിവസം ഞാൻ നിർത്തിയത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം അബീക്കെ കണ്ടു കഴിഞ്ഞപ്പം നമ്മൾ ആരൊക്കെ ഉണ്ട്, ഷിയാസിക്കയോ നാദിഷിക്കയോ, അപ്പൊ പെട്ടെന്ന് അബീക്ക കയറി വന്നിട്ട് ഞാൻ ചാടി എഴുന്നേറ്റ് ഇങ്ങനെ പുറകോട്ട് ചെയ്യുന്നു. അപ്പൊ അബീക്ക പറഞ്ഞു, ഇവന് വിനയം കൂട്ടിയിട്ട് അലമാര മറിച്ചിടല്ലോ കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അലമാര മറിച്ചിട്ടില്ല. അപ്പോഴാണ് ഞാൻ ഓർത്തത് ഇച്ചിരി കൂടുതലാണല്ലോ. നമ്മൾ പക്ഷെ ഉള്ളിൽ എനിക്കൊരു ഇത്തിരി കൂടുതലുണ്ടായിരുന്നു. നമ്മളത് ആർട്ടിഫിഷ്യൽ അല്ല, നമ്മളത് അങ്ങനെയാണ്. അപ്പം ഞാൻ ഓർത്ത് ചിലർക്ക് അത് ഇച്ചിരി ഓവറായിട്ട് തോന്നുമല്ലോ, നമ്മളത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് തോന്നുന്നു. അപ്പം ഈ നവീൻ എന്ന് പറഞ്ഞ പല ക്യാരക്ടേഴ്സും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു, മനസ്സിലായില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് തന്റെ പ്രസന്റേഷൻ അടിപൊളിയായിരുന്നു കേട്ടോ. അമൃത, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു എന്റെ വക ഒരു നല്ല പ്രസന്റേഷൻ അമൃതയ്ക്കുണ്ട്. ഗംഭീരമായി കേട്ടോ. ഓക്കെ, അപ്പൊ വീട്ടിലെല്ലാവരും തിരക്കിന്ന് പറയണേ. നല്ല പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. താങ്ക് യു. നല്ല സ്ട്രോങ് സംഭവമായിരുന്നു. താങ്ക് യു. ഞാൻ കൊറേ ട്രൈ ചെയ്യണത്. നിങ്ങൾ സ്റ്റാൻഡപ്പ് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു ചക്രവാണി? അല്ല, ഞാൻ സൈഡിൽ നിന്നിട്ട് ട്രൈ ചെയ്തേ. പൊട്ടണല്ലേ? വന്നേ മകേ, പുറകിൽ പോയി ട്രൈ ചെയ്യാം. ഇവിടെ ആവശ്യമുണ്ട്. അല്ല, ഈ പുള്ളിനോട് ആവശ്യം ഇത് പൊട്ടണോ? ഇത് എന്തായാലും അടുത്ത പരിപാടി നടക്കുള്ളൂ. ഇവിടെ നിന്ന് ബലം പിടിക്കണ്ടാവും. മാർക്ക് പറയുമ്പോഴത്തേക്കൊന്ന് നോക്കിയാൽ മതി. നിങ്ങൾ ഫൈനല്ലേ? അപ്പൊ പൊട്ടായിരിക്കും. ഇത് നമ്മുടെ അടുത്ത വെഡിങ് ആനിവേഴ്സറിക്കും പൊട്ടും തോന്നണില്ല. ചക്രവാണി ഇതുവരെ പൊട്ടിയില്ലേ? ഓ, വർത്താനം കേട്ടാ തോന്നുന്നു നീ നേരത്തെ തിരിച്ചപ്പോ പൊട്ടിയിരുന്നു. നീ കൂടാ ഇത് പണിയെടുത്ത് പിടിച്ചേ. അതെ, ഞങ്ങളുടെ എല്ലാവരുടെയും കൂടി ഒരു സർപ്രൈസ് സാറിന് തരണമെന്ന് വിചാരിച്ചിരുന്നു. നേരത്തെ പറഞ്ഞായിരുന്നില്ലേ നമുക്കൊരു സർപ്രൈസ് ഉണ്ടെന്ന്? സാറിന് മാത്രം ഞങ്ങളുടെ ആനിവേഴ്സറി അല്ലേ? അല്ല, നിങ്ങൾക്ക് രണ്ടുപേരും സാറ് ഞെട്ടു ഈ സർപ്രൈസ് കണ്ട. മേടിച്ചോ. രണ്ടുപേരും കൂടി ഒന്ന് വാങ്ങും. ഇവിടെ ഒന്നുമില്ലാതെ വന്നാണ് ഞങ്ങളൊക്കെ. എനിക്കും പണ്ടോട്ട് എന്തെങ്കിലും സാധനം പൊതിഞ്ഞു തന്നാൽ ഇതിനകത്ത് എന്താന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ ഭയങ്കര, ആ സർപ്രൈസ് ഭയങ്കര. ഒരു സെക്കൻഡ് തുറക്കുന്നതിന് മുമ്പ് ഒരു ഗസ് എന്തായിരിക്കും ആ സർപ്രൈസ് എന്നുള്ളത്? ഷാൻചേട്ടൻ എന്താ തോന്നുന്നത്? ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ സാറിന്റെ ഒരു നിലവാരമൊക്കെ അനുസരിച്ച് അതിനകത്തൊരു ഡയമണ്ട് ആവാനാണ് സാധ്യത അല്ലേ? ഡയമണ്ട് അല്ല, പിന്നെ
സർപ്രൈസ്. ഞാൻ പറയുന്നു ഒരു പുതിയ മോഡൽ സ്മാർട്ട് ഫോൺ ആയിരിക്കും. അല്ലല്ലേ, ഞാൻ പറഞ്ഞില്ലേ ഒരു സർപ്രൈസ് ആണെന്ന്. പറയാൻ പറ്റില്ല. സർപ്രൈസ് എടുക്കുമ്പോ പൊട്ടിക്കണേ. അല്ലെങ്കിൽ മോശമായ സാധ്യതയില്ല. മോശമല്ല സാർ, മോശം. അത് സർപ്രൈസ് ആണത്. ഇത് വെക്കാൻ മറന്ന്. ഇല്ല, കയ്യിലിരിക്കുന്നതാണ്, അതാണ് സർപ്രൈസ്. എഴുതിയും കൂടി വെച്ചിട്ടുണ്ട് സർപ്രൈസ് അല്ലേ? എനിക്ക് നല്ലൊരു ദിവസം നല്ല സർപ്രൈസ് തന്നതിന് അപ്പൊ ഞാൻ തിരിച്ചൊരു സർപ്രൈസ് തരാം. അതൊന്നും വേണ്ടായിരുന്നു. അല്ല, വേണം. നിനക്ക് ഈ മാസത്തെ ശമ്പളം ഇല്ല സാറേ. ഓ, ഒരുത്തരം കഷ്ടകാലം വന്നപ്പോ എല്ലാം കൂടി ഇരുന്ന് കൈയടിക്കാണ്. ഒരു കാലത്ത് നന്നാവൂല്ലോ. യെസ്, അങ്ങനെ നമ്മുടെ നവീൻ ചേട്ടന്റെയും ആതിരയുടെയും പെർഫോമൻസ് നമ്മൾ കണ്ടു. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ ചോദിക്കാനായിട്ട് നമുക്ക് ആരെയും വിളിക്കാം. പിഷു ചേട്ടനെ, ഷാജു ചേട്ടനെ ഇങ്ങോട്ട് ക്ഷണിക്കാം. ഇന്ന് നമുക്ക് നല്ല അടിപൊളി പെർഫോമൻസ് ആയിരുന്നു നവീൻ ആൻഡ് ആതിര. ഇവരെ രണ്ടുപേരും നമുക്ക് ഫ്ലോറിലേക്ക് വിളിക്കാം. ഇവരിൽ ആരാണ് മികച്ച പെർഫോമർ എന്ന് അറിയുന്നതിന് മുമ്പ് മൈ ഇൻസ്പിറേഷണൽ സ്റ്റോറി. നമ്മള് താമസിക്കുന്ന ഈ ലോകത്ത് ഇപ്പൊ 800 കോടി ആളുകളാണ് ഉള്ളത്. ഇതിനു മുമ്പ് ഒരു 100 കൊല്ലം മുമ്പ് ഈ 800 അല്ലാത്ത വേറെ ഒരു 10-600 കോടി ആൾക്കാരുണ്ടായിരുന്നു. അതിനു മുമ്പും അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ എത്രയോ കാലങ്ങളായിട്ടുണ്ടെങ്കിലും നമുക്കൊരു ഊഹം വെച്ചിട്ട് ഒരു 1500 കോടി ആളുകൾ നമ്മുടെ ഒരു കാലഘട്ടം നമുക്ക് ഓർത്താ കിട്ടുന്ന സ്ഥലങ്ങളുണ്ടെങ്കിലും വളരെ കുറച്ച് ഒരു 20,000 പ്രശസ്തരായ ലോക പ്രശസ്തരായ ആൾക്കാർ മാത്രമേ ഇതുവരെ ഉള്ളൂ. നിങ്ങളോട് നിങ്ങൾക്ക് അറിയാവുന്ന പ്രശസ്തരെ പറയാൻ പറഞ്ഞാലും ബേബി സാറിനോട് പ്രശസ്തരെ പറയാൻ പറഞ്ഞാലും അതുൾപ്പെടെ സാറിന് 20,000 ഞാൻ കൂട്ടിയായിരുന്നു. അതുൾപ്പെടെ കൂട്ടിയാലും 1000 പേരിൽ കൂടുതൽ പറയാൻ പലർക്കും സാധിക്കില്ല. അത്രയും കുറച്ച് പേരെ അറിയുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ എല്ലാം ഒരു ബാല്യ കൗമാര 90s കിഡ്സിന്റെ ഒക്കെ തൊട്ട് നമ്മളിതൊരു നർമ്മമുള്ള പരിപാടി എന്നുള്ള രീതിയിൽ ആലോചിച്ചാൽ ലോകത്തെ മോസ്റ്റ് പോപ്പുലർ ക്യാരക്ടറുകളിൽ ഒന്നായിട്ടുള്ള റോൺ ആറ്റ്കിൻസൺ എന്ന് പറയുന്ന ആള്, അങ്ങനെ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്നറിയില്ല, മിസ്റ്റർ ബീൻ എന്ന് പറയുന്ന ആളെ കുറിച്ചാണ്. അദ്ദേഹം സംസാരിക്കാൻ പഠിക്കുന്ന കാലത്തൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പല സ്ഥലങ്ങളിലും തിരസ്കരിക്കപ്പെട്ട അല്ലെങ്കിൽ ഒഴിവാക്കപ്പെട്ട ഒരാളാണ്. അതിനുശേഷം ലോകത്തെ ഏറ്റവും പോപ്പുലറായ ക്യാരക്ടറുകളിൽ ഒന്നായ മിസ്റ്റർ ബീൻ എന്ന് പറയുന്ന ക്യാരക്ടറെ അദ്ദേഹത്തെ അവതരിപ്പിച്ചു. നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടില്ലേ? ഇഷ്ടംപോലെ വീഡിയോ കണ്ടിട്ടില്ലേ? നമ്മൾ ഇഷ്ടംപോലെ വീഡിയോകൾ അദ്ദേഹത്തിന്റെ കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോഴും 1990 മുതൽ 95 വരെയുള്ള കാലഘട്ടങ്ങളിലായി വെറും 15 എപ്പിസോഡുകൾ മാത്രമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. ആ 15 എപ്പിസോഡുകളാണ് നമ്മളെല്ലാം കണ്ടിട്ടുള്ളതും നമ്മളെല്ലാം അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടുള്ളതും അദ്ദേഹം ഇത്രയും പ്രശസ്തനാകുന്നതിനും കാരണം. പറഞ്ഞു വന്നത്, നമ്മൾ എത്ര എണ്ണം ചെയ്യുന്നു എന്നതിനേക്കാൾ എന്ത് ചെയ്യുന്നു എന്നതിന് എന്തുമാത്രം പ്രസക്തി ഉണ്ടെന്ന് മനസ്സിലാക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ഒരു ജീവിതകഥ. ശബ്ദമില്ല, ഡയലോഗുകൾ വളരെ കുറവാണ്. ചാർലി ചാപ്ലിനും അതുപോലെ തന്നെയാണ്, ബിഥോവനും അതുപോലെ തന്നെയാണ്. വളരെ കുറച്ചാണ് നമുക്കറിയാവുന്ന പല പ്രശസ്തരായ ആളുകളും നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ള അവരുടെ കണ്ടന്റ് എന്ന് പറയുന്നത്. ഇവിടെ മത്സരിക്കുന്ന ഓരോ മത്സരാർത്ഥികളും അല്ലെങ്കിൽ കലയിലെത്താനെത്തുന്ന ഓരോ ആളുകളും അറിയേണ്ട ഒരു വലിയ പാഠമാണ്, നമ്മൾ എത്ര എണ്ണം ചെയ്യുന്നു എന്നതിനേക്കാൾ എത്ര ഭംഗിയായി ചെയ്യുന്നു എന്നുള്ള കാര്യം. അത്തരത്തിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കാലങ്ങളോളം ഓർക്കപ്പെടുന്ന രീതിയിലാക്കാൻ ഇവിടെ വരുന്ന ഓരോ പ്രതിഭകൾക്കും പറ്റട്ടെ എന്ന് ഇതിലൂടെ ആശംസിക്കുന്നു. അടിപൊളി. മൈ ജി ഫ്യൂച്ചർ ഫൺ ബേബി ഫണിലെ ഇന്നത്തെ വൗസേഴ്സ് വൗ മൂവ്മെന്റ്. ഈ സോഷ്യൽ മീഡിയയിലെ ഒരു ദുരുപയോഗം എന്ന് പറഞ്ഞാലേ, ഇന്നാള് എൻ്റെ ഒരു കൂട്ടുകാരൻ അവന്റെ അച്ഛന് ബലിയിടുക ഈ കർക്കിടവാവിന്. സംഗതി രസം അതല്ല, അവന്റെ അച്ഛൻ മരിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചോടാ, മരിക്കാത്ത അച്ഛന് നീ എന്തിനാണ് ബലിയിടണത്? അപ്പൊ അവൻ പറഞ്ഞു, റീൽസ് ചെയ്യാനാടാ. ഞാൻ പറഞ്ഞു, ഓക്കെ, നീ റീൽസ് ചെയ്തോ, നിനക്ക് റീച്ച് കിട്ടും, പക്ഷെ നിന്റെ അച്ഛൻ എന്മാതിരി ഫീൽ ചെയ്യും എന്ന് പറഞ്ഞ് ഞാൻ തിരിഞ്ഞു നോക്കണത് ക്യാമറയും പിടിച്ചോണ്ട് ഇളിച്ചോണ്ട് നിൽക്കണം എന്റെ അച്ഛന്റെ മോത്തിക്കാ. രണ്ടുപേരുടെയും പെർഫോമൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. ഞാനത് അവിടെ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞു. രണ്ടുപേർക്കും രണ്ടുപേരുടേതായ ശൈലിയുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്കത് ബെറ്റർ ആക്കേണ്ട ഏരിയകളുണ്ട്. അതും
പിഷാരടിയും പറഞ്ഞു, എൻ്റെ അറിവ് പോലെ ഞാനും പറഞ്ഞിട്ടുണ്ട്. അതും കൂടെ ട്രൈ ചെയ്ത് കഴിയുമ്പം നിങ്ങൾ എന്താണ് കൂടുതൽ ബെറ്റർ ആവും. അപ്പൊ ഇന്നത്തെ ഈ വേദിയിലെ പെർഫോമൻസിൽ ഒന്നാമത് എത്തിയിരിക്കുന്നത് മിസ്റ്റർ നവീൻ പാലക്കാട്, രണ്ടാമത് ആതിര ആലുവ.